ഞാൻ എവിടെ നിൽക്കുന്നതെന്നല്ലേ? മലയാള സിനിമയിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആളാരാണെന്നും ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ അറിയാൻ എൻ്റെ കൂടെ പോരെ. രാജുവേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. നമുക്ക് ഒരു ഫ്രണ്ട്ലി നോട്ടിൽ തുടങ്ങാം. കാരണം നമുക്കിടയിൽ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, നമ്മൾ ഒരേ നാട്ടുകാരാണ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റേഴ്സ് ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ നായികയായിട്ട് അഭിനയിച്ച സൂര്യ TV-യിൽ ഒരു സീരിയലുണ്ട്, നന്ദനം. സീരിയലും അത്യാവശ്യം ഹിറ്റായിരുന്നു. ആ സീരിയലിന്റെ വളരെ ഹിറ്റായ, സീരിയലിനേക്കാളും ഹിറ്റായിരുന്നു അതിന്റെ ടൈറ്റിൽ സോങ്, ഇത്തിരി പൂവേ പൂനിലാവേ എന്ന് പറഞ്ഞു. ഇപ്പോഴും അത് റീൽസിലൊക്കെ ട്രെൻഡിങ് ആണ്. ചേട്ടൻ എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ സീരിയലുകൾ, ഏകദേശം ഒരു 100-150 സീരിയലുകളുണ്ട് പല ചാനലുകളിൽ തന്നെ. പല സീരിയലുകൾ എല്ലാ രംഗത്തും നമുക്ക് അടയാളപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഭാഗ്യമാണ്. സൂര്യ TV-യിലാണ് ബൈജു ദേവരാജ. പിന്നെ ബൈജുവിന്റെ ഒരുപാട് സീരിയലുകളിൽ ഞാൻ പല ചാനലുകളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മികച്ച സീരിയൽ ഗാനരചയിതാവിനുള്ള പുരസ്കാരങ്ങൾ പല ചാനലുകളിലും തന്നിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആണ്. ഒരു എടുത്തു ഇപ്പൊ തന്നെ നോക്കി, പുരസ്കാരങ്ങളുടെ നടുവിലിരുന്ന് 14-ാമത്തെ വയസ്സിൽ ചേട്ടൻ ഒരു കവിത എഴുതി, അതിന് ചേട്ടന് അംഗീകാരം കിട്ടി. ഇതൊന്നും ചെറിയ കാര്യമല്ല. പിന്നെ അതിനുശേഷം ഇഷ്ടം പോലെ കാസറ്റുകളും ആൽബങ്ങളും ഒക്കെ ചേട്ടൻ എഴുതി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചേട്ടൻ സിനിമയിലേക്ക് ചേട്ടൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അവിടെ ഒരുപാട് തലമുറയിലുള്ള ആൾക്കാരുമായിട്ട്, ദക്ഷിണമൂർത്തി, ശ്രീകുമാരൻ തമ്പി, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇന്ന് കടന്നിങ്ങോട്ട് വരുമ്പോഴത്തേക്കും വിദ്യാസാഗർ, പിന്നെ അതുപോലെ തന്നെ ജയചന്ദ്രൻ, ഇതെല്ലാവരും സാർ കൂട്ടി പറയണ്ട, പേരുകൾ പറയുന്നതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. അതൊന്ന് നിങ്ങൾ മാനിച്ചേക്കണേ. കടന്നിങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ബിജുപാലും ഗോപി സുന്ദറും ഇങ്ങനെയൊക്കെയുള്ള പല ജനറേഷനിലാണ് ചേട്ടാ സഹകരിച്ചേക്കുന്നത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നത്. അപ്പൊ തോന്നിയിട്ടില്ല. അപ്പൊ അതിജീവനം മാത്രമാണ് എങ്ങനെ അടുത്തത്. ഓരോ നിമിഷവും നമ്മൾ അതിജീവിക്കുകയാണ്. ബെസ്റ്റ് ആവുക എന്നല്ല ചിന്തിച്ചത്, ബെസ്റ്റ് ആവുക എന്നുള്ളത് പിന്നീട് കാലം തീരുമാനിക്കുന്നതാണ്. ശരി, ആരും ബെസ്റ്റ് അല്ല, പക്ഷെ കാലം പറയുവാണ് കൂടെ നടന്നവരിൽ നീ അല്പം ബെസ്റ്റ് ആണ് എന്ന്. നമ്മൾ വെറുതെ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും അതിജീവിക്കുവാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഈ 32 വർഷം കഴിഞ്ഞു പോയി. ഞാൻ ആദ്യം പാട്ട് എഴുതിയ നാടകത്തിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് 32-ാമത്തെ വർഷമാണിത്. രാജൻ ബി ദേവന്റെ നാടകത്തിൽ എഴുതിയിട്ട് 31 വർഷം. എനിക്ക് ആദ്യത്തെ ഒരു പുരസ്കാരം നാന അവാർഡാണ്. അത് കിട്ടിയിട്ടും ഏകദേശം 28 വർഷത്തോളമായി. ഇതൊന്നും ചിലപ്പോൾ ബെസ്റ്റ് ആയതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. ഞാനത് പറയാൻ കാര്യം, നാനാ ഗ്യാലപ്പോൾ അവാർഡിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അതായത് നാനാ വായനക്കാർ ഏറ്റവും മികച്ച നാടകത്തിലെ, സിനിമയിലെ, ആൽബത്തിലെ അണിയറ ശില്പികളെ ആ നാനയിൽ വരുന്ന ഒരു പേജിൽ എഴുതി അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എൻ്റെ 3ാമത്തെ നാടകത്തിൽ എനിക്ക് നാനാ ഗ്യാലപ്പോൾ അവാർഡ് കിട്ടുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. കാര്യം എൻ്റെ പേര് എല്ലാവരും ഇങ്ങനെ എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇടുവോ, സംശയമാണ്. അപ്പോൾ ശ്രീ പെരുമൺ മോഹനചന്ദ്രൻ എന്ന അദ്ദേഹമാണ് എൻ്റെ കോർഡിനേറ്റർ. ഏത് പുരസ്കാരത്തിനും, ഇന്ത്യ ഗവൺമെന്റിന്റെ പുരസ്കാരമായാൽ പോലും 1-2 പേർ ഇതിനെ ചുക്കാൻ പിടിക്കുമല്ലോ, അല്ലാതെ രാജ്യം മുഴുവനല്ലല്ലോ ഇത് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്നെ അടുത്ത് വിളിച്ചിട്ട്, മോനെ അവാർഡ് തരാൻ കാരണം, എനിക്കിപ്പോൾ 26 വയസ്സാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ, ചാത്തന്നൂർ മോഹൻ എന്ന പേരുകൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആകപ്പാടെ മോൻ്റെ പേര് മാത്രം കാണുന്നു. ഞങ്ങൾക്ക് അറിയാൻ മേല മോനെ, ഇങ്ങനെ 2-3 നാടകത്തിൽ എഴുതിയ കാര്യം അറിയില്ല. പക്ഷെ ഇവരുടെ 2 പേരുടെ പേരുകൾക്കിടയ്ക്ക് എൻ്റെ പേര് ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് രാജൻ ബി ദേവിന്റെ നാടകത്തിലും കൊല്ലം ചൈതന്യയുടെ ഒരു നാടകത്തിലും എഴുതിയ ഒരു പയ്യനാണെന്ന് അറിയുന്നത്. ഈ സിനിമയ്ക്ക് മുമ്പ് 97-ലെ കാര്യമാണ്. ഞാൻ 2003-ലാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അയാൾക്ക് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ചിത്രയും സുജാതയും ഒക്കെ പാടുന്ന ഒരു കാലഘട്ടത്തിൽ ജൂനിയറായ ഗായികമാർക്കൊക്കെ കിട്ടിയിട്ടില്ലേ അവാർഡ്. ആ മാനദണ്ഡം എനിക്ക് തരികയാണ്. അപ്പം ബെസ്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്.
അതെ. ബെസ്റ്റ് ആയതുകൊണ്ടല്ല, ബെസ്റ്റായ ആൾക്കാരോടൊപ്പം സഞ്ചരിച്ച് അടയാളപ്പെട്ടത് കൊണ്ടാണ് ഓക്കെ. നമ്മൾ അന്ന് ബെസ്റ്റ് ആയത്. ചേട്ടൻ സിനിമയിലേക്ക് വരുന്ന സമയം, അതായത് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, അതാണല്ലോ ചേട്ടൻ ഫസ്റ്റ് ചിത്രം. അത് ആ സമയം എന്നൊക്കെ പറയുന്നത് സിനിമയോളം തന്നെ സംഗീതത്തിന് ഇമ്പാക്റ്റ് ഉണ്ട്. ഇന്നത്തെ പോലെ അല്ല. ഒരുപാട് പേരൊന്നും ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്, നമുക്കൊരു ബൗണ്ടറി ഫീൽ ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ലോകത്തേക്ക് ഒരു പുതിയൊരു പേര് പോലെ, അല്ലെങ്കിൽ ചേട്ടൻ്റെ കാസറ്റുകളിലൊക്കെ ചേട്ടൻ്റെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൂടെ ചേർന്നുകൊണ്ട് ചേട്ടൻ്റെ പേരും കൂടെ വരുന്ന രീതിയിലേക്ക് ഒരു ഹൈപ്പ് ഉണ്ടാവുകയാണ്. അതെങ്ങനെയായിരുന്നു? സിനിമയിൽ വലിയ പാടാണ്, അങ്ങനെ ഇപ്പോൾ എഴുതുന്ന പോലെ അല്ല, ഇപ്പോഴല്ല. കാര്യം ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന പ്രതിഫലം ഓഡിയോ റൈറ്റ് ആണ്. അപ്പോൾ ആ ഓഡിയോ റൈറ്റ് മേടിക്കുന്ന ആളുടെ ചില കാര്യങ്ങളുണ്ട്. ഇന്ന ആള് പാടണം, യേശുദാസ് പാടണം, ചിത്ര പാടണം, പിന്നെ MG ശ്രീകുമാറിൻ്റെ ഒരു പാട്ടുണ്ടാകണം, കൈതപ്പുറവും ഗിരീഷ് പുത്തഞ്ചേരിയും രമേശൻ നായർ ഇവരിൽ ഒരാൾ എഴുതണം. അത്ര പ്രൗഢമായൊരു കാലത്ത് ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി, എല്ലാ പാട്ടുകളും ഒന്നല്ല എല്ലാം എഴുതി എന്നെ രംഗത്ത് അവതരിപ്പിച്ചത് നമ്മുടെ നാട്ടുകാരനാണ് ജോണി സാഗരിക. ഞാൻ വളരെ ധ്യാനിച്ച് ആ പേര് ഓർക്കുകയാണ്. പേന തുറക്കുമ്പോഴേ ഓർക്കാൻ എനിക്കിനി ആ പേരെ ജീവിച്ചിരിപ്പുള്ളൂ. എൻ്റെ അച്ഛനില്ല, എനിക്ക് നാടകത്തിൽ അവസരം തന്ന രാജൻ ബീദേവില്ല, ഇപ്പോൾ എനിക്ക് അവസരം തന്ന ജോണി സാഗരിക മാത്രമേ ഉള്ളൂ. അപ്പോൾ പേന തുറക്കുമ്പോൾ ഞാൻ ധ്യാനിക്കുന്ന ജീവിച്ചിരിക്കുന്ന ദൈവം എന്നൊക്കെ പറയാറുണ്ടല്ലോ, മനുഷ്യൻ ദൈവമായിട്ട് അവതരിച്ചാൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് 2002 ഒരു അത്ഭുതം നടക്കുന്നത്. ഞങ്ങൾ കുറേ പുതുമുഖങ്ങൾ ഉണ്ടാവുന്നു ആ സിനിമയിൽ. സ്റ്റീഫൻ ദേവസി സംഗീതം ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ വിശ്വനാഥ് എന്ന് പറയുന്ന പേരിൽ പ്രിയദർശൻ്റെ അസോസിയേറ്റ്, കലാഭവൻ ജിമ്മി എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ ഗാനമേള ഗായകൻ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നു. തിരക്കഥാകൃത്ത് പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങൾ ആ സിനിമയിൽ വന്നു. അപ്പം ഞാനിപ്പോൾ ഈ 24 വർഷത്തിന് ശേഷം അത് ഓർക്കുകയാണ്. ഇവരിൽ ആർക്കും ഒരുപാട് സിനിമകൾ പിന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ചിലർക്ക് ഒന്നിലേറെ സിനിമകൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് അങ്ങനെ 135 പടത്തിൽ എഴുതി നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ബെസ്റ്റ് ആയതുകൊണ്ടല്ല. അവിടെയും നമുക്ക് ദൈവം കൈപിടിക്കുകയാണ്. വാ നമുക്ക് പോവാം, എഴുന്നേക്ക് വാ, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. എൻ്റെ കയ്യിലാണ് ദൈവം പിടിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. എവിടെ ചേട്ടൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പോഴും ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ചേട്ടൻ്റെ ഭയങ്കര ഹിറ്റാണ്. പുതിയ തലമുറയ്ക്കും ഒക്കെ പാടാനും താളം പിടിക്കാനും ഒക്കെ തോന്നും, പറയാനും ഒക്കെ. റൊമാൻറ്റിക് ആണോ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും റൊമാൻറ്റിക് ആയിരിക്കണം. ഏത് മനുഷ്യരും, ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും റൊമാൻറ്റിക് ആയിരിക്കണം. അതൊരു വല്ലാത്ത വേനൽക്കാലത്ത് പെയ്യുന്നൊരു മഴ പോലെ നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കും. ആർദ്രത എന്നൊരു വാക്കുണ്ട്, അറിയാവോ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യനോടുണ്ടാകുന്നൊരു എനിക്കൊരിടമുള്ളത് പോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിന്റെ പേരാണ് ആർദ്രത. അപ്പൊ എനിക്കൊരിടമുള്ളത് പോലെ നിനക്കും ഒരിടമുണ്ട്, ആ ഇടത്തിൽ ഞാനും ഉണ്ടെന്ന് പറയുന്നതിന്റെ പേരാണ് പ്രണയം. അതാണ് പ്രണയം. ലോകം ഒരാളിലേക്ക് ചുരുങ്ങുകയും അയാൾ ഈശ്വരനേക്കാൾ വലുതാകുകയും ചെയ്യുന്ന ഇന്ദ്രജാലമാണ് പ്രണയം. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെയൊക്കെ ആൽബം ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിയ ഒരു ആൽബം ഉണ്ട്. ആ ആൽബമാണ് കേരളം എല്ലാവരും ഒന്നടങ്കം കേട്ട ആൽബം. ആ ആൽബമാണ് ഡിജിബീറ്റ ക്യാമറയിൽ വിഷ്വലൈസ് ചെയ്തത്. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്. ഏകദേശം 28 വർഷമായി ആ പാട്ടിറങ്ങിയിട്ട്. ആ പാട്ട് കേട്ട് പ്രണയിച്ചവരുടെ മക്കൾ പ്രണയിക്കുന്ന കാലത്തും ആ പാട്ട് മരിച്ചിട്ടില്ല. വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ 23 വർഷം മുമ്പ് എഴുതിയ പാട്ടാണ് ആര്യയില്. എൻ പ്രേമത്തിന് കോപം കാണും, സഖിയെ ഫീൽ മൈ ലവ്, ഏതോ പ്രിയരാഗം മൂളി ഞാൻ. ഇപ്പോൾ അന്ന് ഈ ക്യാമ്പസിലെ ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല, ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ. പക്ഷെ അവരും വളരെ ഇപ്പോൾ ഒരുപാട് കോളേജിൽ പോകുമ്പോഴൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ടാണിത്. അപ്പോൾ അവർ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ പാട്ട് അവരുടെ പാട്ടാവുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതൊന്നും വലിയ മഹാകാര്യമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടാടുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ബ്ലെസ്ഡ് ആണ്, അതൊരു വലിയ കാര്യമാണ്. ജനങ്ങൾ എന്നെ അംഗീകരിച്ചു, ദൈവം ജനങ്ങളിലൂടെ എന്നെ അംഗീകരിച്ചു. അതാണ് എൻ്റെ കറക്റ്റ് മറുപടി. ഇപ്പോഴും ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, ആ പഴയ പോലെയുള്ള പൊളിറ്റിക്സ് ഉണ്ടോ? ഇപ്പം തീർച്ചയായിട്ടും ഒരാൾക്ക് വളർന്നാൽ സമൂഹത്തിൽ പേര് കിട്ടുമെന്ന് തോന്നുന്ന ഏത് പൊസിഷനിലേക്കും മത്സരം ഉണ്ടാവും. അതെവിടെയായാലും.
എവിടെയായാലും ആ മത്സരം ഉണ്ടാവും. അത് സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, മതപരമായ മേലധ്യക്ഷം ഇപ്പോഴുണ്ട്. എല്ലാ കാലത്തും ഉണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിപ്പെട്ടാൽ സമൂഹം നമ്മളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് ഒരു മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൽ നമ്മൾ ആരെയും ഓർക്കില്ല, മറ്റാരെയും ഓർക്കില്ല. പൊസിഷൻ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള വേദാന്തമാണ് പിന്നീടുള്ളത്. മനസ്സിലായില്ലേ? എല്ലാവരും ഒന്നാണെന്നൊക്കെ പറയുന്നത്. അതുവരെ നമ്മൾ ആരെയും ഓർക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗാനരചയിതാവിന് ചാൻസ് കൊടുക്കുമോ? ഏതെങ്കിലും പാട്ടെഴുത്തുകാരൻ ഇന്നയാളെ വിളിച്ചെഴുതിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അവർ സെൽഫിഷാണ് എല്ലാവരും. പക്ഷെ ഒരു അപരോന്മുഖ ദർശനം ഉണ്ടാവണം. മറ്റൊരാളുടെ സങ്കടവും എൻ്റെ സങ്കടമാണെന്ന് തോന്നാതെ ഒരു സർഗപ്രക്രിയ നടക്കില്ല. ലോകത്തൊന്നും നടന്നിട്ടില്ല ഇതുവരെ. ഏതോ 2 കിളികളിൽ ഒന്ന് മരിച്ചു പോയപ്പോൾ, അത് ഞാൻ വളർത്തിയ കിളിയൊന്നുമല്ല, ഏതോ 2 കിളികൾ, ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന്, അതിലൊന്ന് മരിച്ചു വീണപ്പോൾ എനിക്ക് സങ്കടം തോന്നിയതിൻ്റെ പേരാണ് ആദ്യത്തെ കവിത. മനസ്സിലായില്ലേ? അയാൾ വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലായിരുന്നു, അയാൾ വെറും കാട്ടാളനുമായിരുന്നു. കാട്ടാളന് മറ്റൊരാളുടെ സങ്കടം തിരിച്ചറിയാൻ കഴിയുമ്പോൾ അയാൾ കവിയാവും. അതാണ് എൻ്റെ ഒരു വേദാന്തം. ഒരുപാട് ഷെയ്ഡുകൾ ചേട്ടനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഒരു നല്ലൊരു ഭക്തനില്ലാത്തൊരു ഭക്തിഗാനം എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചേട്ടൻ റൊമാൻറ്റിക് ആണെന്നുള്ള കാര്യം ചേട്ടൻ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ചേട്ടൻ അതിൻ്റെ ഒരു ഭയങ്കരമായൊരു മാനിഫെസ്റ്റേഷൻ ആണല്ലോ ഒരു കവിത എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള ആ ഷെയ്ഡ് തന്നെ നമുക്ക് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന പാട്ടുകൾക്ക് ഭയങ്കരമായ വ്യൂസാണ്. അത് എങ്ങനെയാണ് ഇത്രയും ഒരു സ്വീകാര്യത? അത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് ഈയിടെയാണ്. നമ്മൾ കേട്ട മല്ലു സിംഗിലെയും റോമൻസിലെയും വെട്ടത്തിലെയും സൗണ്ട് തോമയിലെയും ഹാപ്പി വെഡിങ്ങിലെയും പാട്ടിൻ്റെ 100 ഇരട്ടി എന്നൊക്കെ പറഞ്ഞാൽ 3.5 കോടി മലയാളിയേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കുട്ടികളുടെ പാട്ടുകൾ ഇന്ന് രാവിലെ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ 21.5 കോടിയാണ്. 21-25 കോടി കണ്ട 30-ലേറെ പാട്ടുകളുടെ എഴുത്തുകാരൻ എന്ന രീതിയിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാര്യം ഇത്രയേറെ പേർ ഇത് കാണുമോ? അവിടെ 3.5 കോടി മലയാളിയല്ലേ ഉള്ളൂ. പക്ഷെ എൻ്റെ അത്ഭുതത്തെ തീർത്ത് കളഞ്ഞത്, ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാറിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഉറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ കളിയാക്കിയതാണെന്ന് തോന്നി. ഇത്ര തള്ളൽ വേണ്ട എന്നോർത്തു. പിന്നെയാണ് മനസ്സിലായത്, ഒരു വീട്ടിൽ 3 പ്രാവശ്യം കേട്ടാലേ ആ കുട്ടി ആഹാരം കഴിക്കും. അങ്ങനെയാണ് 21 കോടി ആയത്. മനസ്സിലായില്ലേ? അല്ലാതെ പിന്നെ 21 ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടി ഈ പാട്ട് തന്നെ കേൾക്കണം. കൊമ്പനാന കുട്ടപ്പ, കൊമ്പ് കുലുക്കും കുട്ടപ്പ, പൂവൻ കോഴി കൊക്കരക്കോഴി, വീട്ടിലുണ്ടൊരു തൊട്ടാവാടിത്തത്തമ്മ. ഞാൻ ഈയിടെ LP സ്കൂളിൽ മിനിങ്ങാന്ന് ഉദ്ഘാടനത്തിന് പോയി, അരുക്കുറ്റി. ഒരു കുട്ടിയുടെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ്. അവിടെ കൂടി വലിയൊരു അച്ഛനമ്മമാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. മല്ലു സിംഗിലെ റോമൻസിലെയും സൗണ്ട് തോമയിലൊക്കെ പാട്ട് കേൾക്കണമെന്ന് അവർ പറയുകയാണ്. അപ്പം ഞാൻ ഈ വീട്ടിലുണ്ടൊരു തൊട്ടാവാടിത്തത്തമ്മ എന്ന് പറഞ്ഞു. ഈ ഇരിക്കുന്ന ആരും ആ പാട്ട് കേട്ടിട്ടില്ല. പക്ഷെ പുറകിലുള്ള കുഞ്ഞുങ്ങൾ ആർത്ത് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അവർക്കുള്ള ലോകമുണ്ട്, ആ ലോകത്ത് നമ്മളില്ല. അതിൻ്റെ തെളിവാണ് ഈ പാട്ട് നിങ്ങൾ കേൾക്കാത്തത്. മനസ്സിലായില്ലേ? നമ്മൾ ആഘോഷിക്കുന്ന പാട്ടുകൾ കുട്ടികളുടെ പാട്ടുമല്ല, വ്യത്യസ്തതയുണ്ട്. അപ്പം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകത്ത് നമ്മളില്ലാത്ത ഒരു ദയനീയതയുണ്ട്. ആ ദയനീയത എന്നെ തിരിച്ചറിയിപ്പിച്ചത് ഇപ്പോൾ ഷമി പറഞ്ഞ ഈ പാട്ടിനെ കുറിച്ച്, ഈ പാട്ടുകളുണ്ടല്ലോ, ഈ പാട്ടുകൾ നമ്മുടേതല്ല. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ആലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് അർത്തങ്കൽ വരെ പോയാലും ഏത് തത്തമ്മ ആർക്കറിയാം? പക്ഷെ അറിയാവുന്ന ഒരു അമ്മയും ആ അമ്മയ്ക്കൊരു കുഞ്ഞുമുണ്ട്. അവരുടെ ലോകത്ത് നമ്മളില്ല എന്നുള്ളതാണ് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒപ്പം ഒരു സമൂഹമില്ല. ഈ പാട്ട് നമുക്കറിയില്ലല്ലോ. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. അതാണ്. ചേട്ടൻ്റെ ഉള്ളിലുള്ളൊരു അച്ഛനാണോ അതോ ഉള്ളിലുള്ളൊരു കുട്ടിയാണോ ഇത്രയും വ്യൂസിലേക്ക് കൊണ്ടുപോകുന്ന? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു അമ്മയുണ്ട്. ഏറ്റവും നല്ലൊരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു അച്ഛനും ഒരു അമ്മയാണ്. യേശുവിൻ്റെ മാറെന്നൊരു പ്രയോഗമുണ്ട്. അമ്മയ്ക്കേ ഉള്ളൂ, അച്ഛന് നെഞ്ചാണ്. യേശുവിൻ്റെ മാറെന്ന് പറഞ്ഞാൽ യേശു അത്രയേറെ വാത്സല്യമുള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ മാറെന്ന് പറയുന്നത്. മാറിൽ നിന്ന് ചുരത്തുന്നത് വാത്സല്യമാണ്. അത് അച്ഛനായാലും അയൽക്കാരനായാലും വേലക്കാരനായാലും അമ്മയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ചേട്ടൻ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടോ? എന്താണ് ചേട്ടൻ്റെ ഒരു ടെക്നിക്ക് അത് എഴുതുമ്പോഴത്തേക്കും? പിള്ളേരുടെ രീതിയിൽ നിന്ന് ചിന്തിച്ച് അല്ല, നമ്മൾ കുട്ടിയാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല.
തീർച്ചയായിട്ടും അതെ. നമുക്ക് ഏറ്റവും വലിയ ആളാകാനുള്ള എല്ലാ അതെ ഇതുകൊണ്ട് നമ്മളെ തന്നെ അംഗീകരിക്കുക, കുട്ടിയാവാൻ കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കപ്പെടുക എന്നാണ്. അത് ഈ പിന്നെ ബൈബിളൊക്കെ വായിച്ചിട്ടില്ലേ, പിന്നെ യേശു നടന്നു പോകുമ്പോൾ പിന്നെ കുറെ വയൽപ്പൂക്കളെ കാണും. അപ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, ഈ വയൽപ്പൂക്കൾക്ക് സോളമനേക്കാൾ സൗന്ദര്യമുണ്ട്. യേശുവിൻ്റെ ഒരു വാക്കാണ്. സോളമൻ വലിയ പിന്നെ പത്രാസുള്ള ആളാണ്, 2-3 നില കെട്ടറും 5-6 BMW കാറൊക്കെ ഉള്ള പേരാണ് സോളമൻ. പക്ഷെ ഈ സോളമനേക്കാൾ സൗന്ദര്യം നാട്ടുപാതയുടെ ഓരത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്കുണ്ടെന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ കുട്ടിയെ തിരിച്ചറിയും. കുട്ടിക്ക് വോട്ടില്ല, മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ആഘോഷിച്ചൊരു വാക്കുണ്ട്, ഡെമോക്രസി എന്നാണ് അല്ലേ? നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഇംഗ്ലീഷ് പദമുണ്ട്, അതാണ് ബയോക്രസി. കേട്ടിട്ടുണ്ടോ? ഇല്ല. ബയോളജിക്കലായി ജനിച്ച എല്ലാവരോടും ഇഷ്ടം തോന്നുന്നതാണ് ബയോക്രസി. ഒരു BMW കാറിൽ, ആഡംബര കാറിൽ പോകുമ്പോൾ അയാൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല, പക്ഷെ ഒരു പ്രാവ് വട്ടം ചാടിയ ഷോ എന്ന് പറയുന്നതിൻ്റെ പേര് ബയോക്രസിയാണ്. പ്രാവിനെ വണ്ടിയിടിച്ചാൽ, പട്ടിയെ വണ്ടിയിടിച്ചാൽ സ്ഥലത്തെ SI കേസെടുക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും പ്രമുഖൻ വീട്ടിൽ വന്ന് വഴക്കിടുവോ? ഇല്ല. ആരുമില്ലാത്തവരെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്ന വല്ലാത്ത വ്യാകുലതയുണ്ട്. ഈ വ്യാകുലത ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാവരെയും കുട്ടിയായിട്ട് തോന്നും, എന്നിട്ട് എല്ലാവരെയും നിഷ്കളങ്കമായി കാണാൻ തോന്നും. മനസ്സിലായില്ലേ? നമ്മളിലൊരു കുട്ടിയുണ്ട്, നമ്മളിലെ കുട്ടിയുണ്ട്. നമ്മളെ തന്നെ പ്രണയിക്കുമ്പോഴാണ് ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അയാൾ, അകത്ത് ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കും. എന്ത് കിട്ടിയാലും സമ്മതിക്കാതെ അയാൾ ഒരു മൂലയിലിരുന്ന് ഒറ്റപ്പെടും. ആ കുട്ടിയെ തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കാൻ സ്വയം ഒരു പ്രക്രിയയുണ്ട്, സ്വയം പ്രണയപ്പെടുക എന്ന പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ നന്നായി ഉപയോഗിക്കുമ്പോഴാണ് കുട്ടിപ്പാട്ട് എഴുതാൻ കഴിയുന്നത്. ചേട്ടൻ മ്യൂസിക് വേൾഡ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ചേട്ടൻ കുറെ പവർ പൊസിഷൻസിലേക്കും ഒക്കെ ചേട്ടൻ എത്തി. അതായത് ഇപ്പം സിനിമ സെൻസർ ബോർഡിന്റെ അംഗമാണ് ചേട്ടൻ, അതുപോലെ തന്നെ മാക്ടയുടെ വൈസ് ചെയർമാനാണ്. ഈ ടെക്നീഷ്യൻസിന്റെ ഒരു കാഴ്ചപ്പാടും ചേട്ടന് മാക്ടയുടെ ഒരു അത്രയും ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ടെക്നീഷ്യൻസിന് വേണ്ടി ചേട്ടൻ ചിന്തിക്കണം. സിനിമ സെൻസർ ബോർഡിന്റെ പൊസിഷനിലിരിക്കുമ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനത്തേക്ക് കത്രിക വെക്കേണ്ട ഒരു ഗതികേടും ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡ് കുറച്ചധികം ഇവരുടെ ക്രിയേറ്റീവ് സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്താണ് അതിനോട് ചേട്ടന്റെ വ്യൂ പോയിന്റ്? അങ്ങനെ ഒരു റീസെന്റ് ധാരണ പോലും തെറ്റല്ലേ? നമ്മളിപ്പോൾ തെളിഞ്ഞില്ലേ, ജാനകി എന്ന് പറയുന്നത് ഒരു വിക്റ്റിമാണ്. വിക്റ്റിമിന്റെ പേര് സിനിമയിൽ പറയരുത്. ഇതാരും ചർച്ച ചെയ്തില്ലല്ലോ. ആരെങ്കിലും ചർച്ച ചെയ്തോ? ഞാൻ കൂടി സെൻസർ ചെയ്തൊരു പടമാണ്, പക്ഷേ എനിക്ക് പുറത്ത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പം എല്ലാ കോലാഹലങ്ങളും മറിഞ്ഞുകൊണ്ട് ഞാനിത് പറയുകയാണ്. പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല. അത് രാമൻ്റെ ഭാര്യ സീതയായതുകൊണ്ടല്ലേ ഈ പ്രശ്നം വന്നത്. പടം തുടങ്ങി കാൽഭാഗത്തിന് മുമ്പേ റേപ്പ് ചെയ്യപ്പെട്ടൊരു പെൺകുട്ടിയുടെ പേര് 2 വക്കീലന്മാർ കോടതിയിൽ വാദത്തിൽ പറയരുത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിതൊരു ചർച്ച പോലെ എടുക്കുകയാണ് അതിന് വേറൊരു രീതിയിൽ. നമ്മൾ അത്രയും ട്രിഗേർഡ് ആവേണ്ട ആവശ്യം? തീർച്ചയായിട്ടും. ഹെൽമെറ്റ് വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയാൽ ശരിയാവുമോ? അതൊരു സേഫ്റ്റി കോൺഷ്യസ് അല്ല, അങ്ങനെ അല്ല. അതല്ല, കോടതിയിൽ ഒരു ഇരയുടെ പേര്, സിനിമയാണ്, സിനിമ ജീവിതമാണ്. ഇരയുടെ പേര് പിന്നെ കോടതിയിൽ 2 വക്കീലന്മാർ തമ്മിൽ ജാനകി എന്ന് പറയുന്നത് കട്ട് ചെയ്യണം, മ്യൂട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടത് എന്താണ്? രാമൻ്റെ ഭാര്യ സീതയായ കൊണ്ട് കട്ട് ചെയ്യണമെന്നാണ്. ഞങ്ങളെ വല്ലവരും പറഞ്ഞോ? ഇല്ലല്ലോ. ഇത് ആരെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടോ? വി ജാനകി എന്ന് പറഞ്ഞാൽ വിക്ടിം ജാനകിയാണ്, അല്ല വിദ്യാരൻ്റെ മകളല്ല. മനസ്സിലായില്ലേ? ജാനകിയുടെ ഭാഗത്ത് മേരി എന്നാണെങ്കിലും കട്ട് ചെയ്യേണ്ടി വരും. ഇത് പുറത്ത് പക്ഷേ ഇത് പുറത്ത് എന്നെ പോലെ ഒരാൾക്ക് പുറത്ത് പറയാൻ അവിടെ കഴിയാത്തത് കൊണ്ടാണ് ചാനലിൽ വരാഞ്ഞത്. ഇതാണ് സത്യം. ഒരു ഇരയുടെ പേര് കോടതിയിൽ വ്യവഹാരത്തിൽ പറയരുത്. അത് സിനിമയല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ സിനിമയിൽ ഹെൽമെറ്റ് വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ സിനിമയിൽ അസന്മാർഗിക എന്ത് പ്രവർത്തനം നടത്തിയാലും പിന്നെ സെൻസർ ബോർഡിൻ്റെ ആവശ്യം എന്താ? സമൂഹത്തിൽ ആവശ്യമുള്ളത് കറക്റ്റ് മിതപ്പെടുത്തി സമൂഹത്തിലേക്ക് വിടാൻ ഉള്ള നിയന്ത്രണ ഉപാധിയാണ്
സെൻസർ ബോർഡ് അല്ലേ. അപ്പോൾ അവർ പറയുവാണ് അത് ആവശ്യമില്ല, ഒരു തെറി പറയരുത്. എന്താണ് സമൂഹത്തിൽ അത് മോശമായത് കൊണ്ടല്ലേ അത് വേണ്ടെന്ന് പറയുന്നത്. അതുപോലെ സമൂഹത്തിൽ ആവശ്യമില്ല, നിയമം വഴി തെറ്റാണെന്ന് പറഞ്ഞൊരു കാര്യം അവർ സമ്മതിച്ചില്ല. അതിന് കോടതിയിൽ പോയി, പിന്നെ കോടതിയിലെ ജഡ്ജി കണ്ടപ്പോൾ പറഞ്ഞു അത് മ്യൂട്ട് ചെയ്തേക്ക്, കാര്യം ഇത്രയുള്ളതെന്ന് പറഞ്ഞ് തീർന്നു. അവിടെ വെച്ച് പ്രശ്നം തീർന്നു. അല്ലാതെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ആൾ പറയുമോ രാമൻ്റെ ഭാര്യ സീതയാണ് അതുകൊണ്ട് കട്ട് ചെയ്യണമെന്ന്? ഒന്ന് സാമാന്യ ബുദ്ധിയോടെ ആലോചിച്ച് നോക്കി. ഇത് പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സിൽ നമ്മൾ അതിൽ ഒരു ഉത്തരം പറയാൻ ഞങ്ങൾക്ക് പിന്നെ കഴിയില്ല. ഔദ്യോഗികമായിട്ട് ആ രംഗത്തിരിക്കുമ്പോൾ ആ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ചാനലിലോ എവിടെയെങ്കിലും കയറി ഇതല്ല കാര്യം ഇതാണെന്ന് പറയാൻ ആവാത്തത് കൊണ്ടാണ് പറഞ്ഞത്. ഇത്രേ കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൽ. കാര്യം മനസ്സിലായല്ലേ? റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെണ്ണിൻ്റെ പേര് പുറത്തു പോലും പറയാൻ പാടില്ല, മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കോടതി വ്യവഹാരത്തിൽ 2 വക്കീൽമാർ ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്ത് കോമഡിയാണത്? അപ്പം ചോദിക്കും ഇവരിത് ചിന്തിച്ചിട്ടില്ലേ എന്ന്. ആര്? ഡയറക്ടേഴ്സോ? അവരത്ര ഓർത്തില്ല അത് സംഭവിച്ചത്രയും. പക്ഷെ അത് പൊളിറ്റിക്സ് അങ്ങനെ ആയിപ്പോയി.